പറഞ്ഞു ഇത് വീണ്ടും ഭീഷണി സന്ദേശം വന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ റെക്കോർഡിംഗ് ഒന്നും ഹാജരാക്കിയിട്ടൊന്നുമില്ല. അപ്പോ അദ്ദേഹം ഇതിന്റെ റൈറ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, എസ് പിക്ക് കംപ്ലൈന്റ് എടുക്കാൻ വേണ്ടി. അതിന്റെ ഫോൺ നമ്പർ അടക്കം അവൈലബിൾ ആണ്. അപ്പൊ വിളിച്ച ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഫോൺ നമ്പർ അടക്കം നമ്മൾ ട്രേസ് ചെയ്തിട്ട് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ എസ് പിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒന്ന് അവധി 2 ദിവസത്തേക്ക്, അത് കാഷ്വൽ ലീവ് പോലെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തേക്കുള്ള അവധിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗ്രാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കുടുംബത്തോടൊപ്പം പോയി നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ 2 ദിവസത്തേക്ക് അവധി കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ വേറൊരു വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് പരിശോധിച്ച ശേഷം മാത്രം, അത് എനിക്ക് റവന്യൂ സെക്രട്ടറി അടുത്തും മിനിസ്റ്റർ അടുത്തും ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അതെ, അത് അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പബ്ലിക് തന്നെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ RDO അന്വേഷിച്ചപ്പോൾ RDOയുടെ അടുത്തും അന്നത്തെ ഉണ്ടായിരുന്ന RDOയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടും RDOയുടെ അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. കൈക്കൂലി അത് നമുക്കിപ്പോ ഇപ്പോഴും അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എൻക്വയറി അണ്ടർ പ്രോസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പ്രാഥമികമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു തെളിഞ്ഞിട്ടില്ല. അത് വിത്ത് പ്രൂഫാണ്. മറ്റേവർ അതിന്റെ അപ്പൊ അവരുടെയും സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാനുണ്ട്. എടുത്ത ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം എന്തോ ഒരു സംഭവത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ് അങ്ങനെ കാര്യത്തിൽ പൈസ കത്തിച്ചു. അത് RDO പറഞ്ഞതാണ്. അതായത് അങ്ങനെ അവിടെ ചുറ്റുവട്ടത്തിന്റെ സാധനങ്ങൾ കത്തിക്കുന്ന മുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലും, അല്ലാതെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ് പരാതി തന്നിരിക്കുന്നത്. പിന്നെ RDOയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സസ്പെൻഷൻ ഓർഡറിലേക്ക് ആക്കിയത്. ഇപ്പം ഷോക്കോസ് ഒന്നുമില്ല. ഇപ്പൊ ഷോക്കോസ് ഒന്നും കൊടുത്തിട്ടില്ല. അന്ന് എക്സ്പ്ലനേഷൻ ഉള്ള ഇതില്ല. ഇന്നലെ അദ്ദേഹം ആദ്യം വന്നപ്പോൾ പരാതി ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തഹസിൽദാർ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയോടുകൂടിയാണ് ഈ പറഞ്ഞ വീണ്ടും രണ്ടാമത് പരാതിയായിട്ട് വന്നത്. രണ്ടാമത് വന്നപ്പോൾ അദ്ദേഹം അവധിക്ക് പോകണമെന്ന് പറഞ്ഞ് അവധി കൊടുത്തിട്ടുണ്ട്. ബാക്കി പോലീസിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തു.